ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 14 വ്യാഴാഴ്ചയാണ്. ഇന്നലെ US മാർക്കറ്റിൽ നാസ്ഡാക്കും S&P 500ഉം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. യൂറോപ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ബ്ലഡ് ബാത്ത് തന്നെയാണ് ഇന്നലെ മാർക്കറ്റിൽ കണ്ടത്. ഇന്ന് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിന് തന്നെയാണ് സാധ്യതയുള്ളത് എന്ന് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നു. ഇനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റ് തന്നെയാണ് വലിയ ആശങ്കയിലുള്ളത്. അതിൽ തന്നെ സ്മോൾ ക്യാപ് സെഗ്മെന്റ് 55% കഴിഞ്ഞ വർഷം ഉയർന്നത്, അതായത് 2023. ഇപ്പോൾ ഏകദേശം 5 ദിവസം കൊണ്ട് 10% മുകളിൽ നഷ്ടവും ഉണ്ടായി കഴിഞ്ഞു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരുപാട് വാർത്തകൾ നോക്കാനുണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം ടാറ്റ മോട്ടോഴ്സ് 9,000 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു പ്ലാന്റ് ആരംഭിക്കുന്നു. ഓട്ടോമൊബൈൽ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സ് 9,000 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും 5,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി മാർച്ച് 13 തമിഴ്നാട് സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ടാറ്റ മോട്ടോഴ്സ് ഗ്രൂപ്പുമായുള്ള കരാർ തമിഴ്നാട്ടിലെ വ്യാവസായിക വികസനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു സുപ്രധാനമായ ചുവടുവെപ്പാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക സംസ്ഥാനമായ തമിഴ്നാട് 2030 $1 ട്രില്യൺ സമ്പത്ത് വ്യവസ്ഥയായി മാറുക എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചും തമിഴ്നാട് ഗവൺമെന്റിനെ സംബന്ധിച്ചും ഒരു നല്ല വാർത്ത തന്നെയായിരുന്നു. അടുത്തത് 4 മാസത്തെ പ്രത്യേക ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ പദ്ധതിക്കായി 500 കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചു. ജൂലൈ മാസം വരെ 2 വീലർ 3 വീലർ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 4 മാസത്തെ പ്രൊമോഷൻ പദ്ധതി 500 കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചു. വാഹനങ്ങളുടെ തരം അനുസരിച്ച് 10,000 മുതൽ 50,000 വരെയാണ് ഇൻസെന്റീവുകൾ. എന്തായാലും ഈ ഒരു വാർത്ത വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. കാരണം ഈ ഒരു കാലയളവിൽ ഇൻസെന്റീവ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ EV സെഗ്മെന്റിലുള്ള കമ്പനികളുടെ സെയിൽസ് വർദ്ധിക്കുകയും അവരുടെ ഗ്രോത്ത് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോഴിത് 1.25 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന 3 അർദ്ധചാലക സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തറക്കല്ലിട്ടു എന്നൊരു വാർത്ത. അർദ്ധചാലക രൂപകൽപ്പന, നിർമ്മാണം, നൂതനത്വം എന്നിവയിൽ ഇന്ത്യയെ ഒരു പവർ ഹൗസായി സ്ഥാപിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്നലെ രാവിലെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. എന്തായാലും അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയായതുകൊണ്ടാണ് ഈ വാർത്ത ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റി 21,997 338 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു സമയത്ത് 450 പോയിന്റ്സ് വരെ നിഫ്റ്റി ഇടിഞ്ഞിരുന്നു. റിയാലിറ്റി മീഡിയ, PSU ബാങ്ക്, പവർ, ഓയിൽ, ഗ്യാസ്, മെറ്റൽസ് എന്നീ സെക്ടറുകളെല്ലാം ഇടിയുകയുണ്ടായി. 4 മുതൽ 6% വരെയാണ് ഇടിഞ്ഞത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 4.40% ഇടിഞ്ഞു. സ്മോൾ ക്യാപ്പ് 5.28% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആദ്യം ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത്, നിഫ്റ്റി 22,000 താഴെയാണ് ക്ലോസ് ചെയ്തത്. 20-യുടെ EMIക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തത് എന്നത് രണ്ടാമത്തെ ഒരു നെഗറ്റിവിറ്റിയാണ്. ഡെയിലി ചാർട്ടിൽ അസെൻഡിംഗ് ചാനൽ പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചത് മൂന്നാമത്തെ നെഗറ്റീവാണ്. RSI 46 ഒരു ബിയറിഷ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. അത് നാലാമത്തെ ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കാം. എന്തായാലും ഈ നെഗറ്റീവ് ഫാക്ടറുകളൊക്കെ തരണം ചെയ്ത് നിഫ്റ്റി മുകളിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സപ്പോർട്ടിന് സാധ്യതയുള്ള ഒരു സോൺ നോക്കാം. 21,850 മുതൽ 21,800 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ടതാണ്. കാരണം 50-യുടെ EMA ഉള്ള റേഞ്ച് കൂടി അതാണ്. അടുത്തത് ഡേ ക്യാൻഡിൽ. ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,400 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആദ്യത്തെ സ്ട്രൈക്ക് 21,700 അതിനുശേഷം 21,500 സ്ട്രൈക്കും അതിനുശേഷം 21,800 സ്ട്രൈക്കുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,300, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,800. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 21,950 സ്ട്രൈക്കിൽ 6% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിലേക്ക് വന്നാൽ 13,920% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. നല്ല ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് 21,900 സ്ട്രൈക്കിൽ 74% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ഉള്ളത്. എന്നാൽ കോൾ സൈഡിൽ
മുൻപ് പറഞ്ഞ അത്ര തന്നെ ഇല്ലെങ്കിലും 2314% വർധനവാണ് കാണുന്നത്. നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. അടുത്തത് 22,000 സ്ട്രൈക്കിൽ 12% മാത്രം വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 2,806% വർധനവ് കാണാം. ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കോൾ സൈഡ് തന്നെയാണ് വളരെ ശക്തമായി നിലകൊള്ളുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,981 300 പോയിന്റ്സിലേറെ ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വീണ്ടും 47,500 എന്ന ലെവൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവലായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്നലെ ആ സോണിലേക്ക് എത്താൻ തുടങ്ങിയ ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് താഴേക്ക് വീഴുകയുണ്ടായി. എന്തായാലും 47,500 വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി എന്ന് തന്നെ പറയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് 21 EMA ഉള്ള 46,946 എന്ന ലെവൽ ഡിഫെൻഡ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചു എന്നത് പോസിറ്റീവായി തന്നെ കാണാം. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ICICI ബാങ്ക്, HDFC ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 47,000, അടുത്ത സ്ട്രൈക്ക് 45,000, അതിനുശേഷം 46,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000. ഇന്ത്യ വിക്സിലേക്ക് 14.43 എന്ന നിലയിൽ 5.83% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു IPOയിലേക്ക്. ഗോപാൽ സ്നാക്സ്, വെസ്റ്റേൺ സ്നാക്സ് നിർമ്മാതാവ് മാർച്ച് 14 BSEയിലും NSEയിലും അരങ്ങേറ്റം കുറിക്കും. അവസാന ഇഷ്യൂ വില ഒരു ഷെയറിന് 401 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി CNT ആണ്. എയർബസുമായി കമ്പനി ഒരു മൾട്ടി ഇയർ സർവീസ് കരാറിൽ ഒപ്പിട്ടു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി IIFL ഫിനാൻസ് ആണ്. നിലവിലുള്ള യോഗ്യരായ ഓഹരി ഉടമകൾക്ക് ശരിയായ അടിസ്ഥാനത്തിൽ ഇക്വിറ്റി ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 1,500 കോടി രൂപ വരെ ധനസമാഹരണം നടത്തുന്നതിന് കമ്പനിക്ക് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി ഹഡ്കോയാണ്. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ഡിവിഡൻഡ് പ്രഖ്യാപനം പരിഗണിക്കാൻ മാർച്ച് 20 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി ആകാശ് ഇൻഫ്ര പ്രൊജക്ട്സ് ആണ്. കമ്പനിക്ക് 585.9 മില്യൺ രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. അടുത്തത് DLF ആണ്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 600 കോടി രൂപ വരെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് കമ്പനി അംഗീകരിച്ചു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി HAL ആണ്. പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സുമായി 873 കോടി രൂപയുടെ ഒരു കരാറിൽ ഒപ്പിട്ടു. ഇനി F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ, ടാറ്റ കെമിക്കൽസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. എല്ലാ ദിവസവും മാർക്കറ്റുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഉണ്ടായിരിക്കും. അതിനുശേഷം രാവിലെ 10 മണി മുതൽ 3:30 വരെ അത്രയും ദൈർഘ്യമുള്ള നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു സെഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള സെഷനാണ്. മിസ്സാക്കാതിരിക്കുക. ഇനി നമ്മുടെ ലൈവ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, കൂടാതെ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിലേക്ക്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളിലേക്ക്. ആദ്യം നെസ്ലെ ഇന്ത്യ. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2,582 ആണ്. ഫസ്റ്റ് ടാർഗറ്റ് 2,650, സെക്കൻഡ് ടാർഗറ്റ് 2,700. ഇവിടെ നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. കൃത്യമായി തന്നെ അതിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ആ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ഇന്നലെ സ്വിംഗ് സെഗ്മെന്റിലേക്ക് വലിയ ആഘാതമുണ്ടായ ഒരു ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകളൊന്നും നമ്മുടെ ടാർഗറ്റ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടില്ല. നെസ്ലെ ഇന്ത്യ ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. 2,629 എന്ന നിലയിൽ എൻട്രി എടുത്തു. ഫസ്റ്റ് ടാർഗറ്റ് 2,650 ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഇന്റലക്ട് ഡിസൈൻ അരീന ലിമിറ്റഡ് ആയിരുന്നു. എൻട്രി എടുക്കുന്നത് 1,109 എന്ന നിലയിൽ. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 1,150 ആയിരുന്നു. സ്റ്റോക്ക് 1,195 വരെയാണ് അപ്പായത്. ഏകദേശം 7% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഡാൽമിയ ഭാരത് ആയിരുന്നു. 1,900 PE ആയിരുന്നു ഇൻട്രാഡേയിൽ നമ്മൾ നൽകിയത്. എൻട്രി എടുക്കുന്ന 75 എന്ന നിലയിൽ. ടാർഗറ്റ് 90 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു.
മാർക്കറ്റിൽ വലിയ ക്രാഷൊക്കെ വരുന്ന സമയത്ത് അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണത്. അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോക്കുകൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത്തരം സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIIs 5 ദിവസത്തെ തുടർച്ചയായ ബൈയിങ്ങിന് ശേഷം അവർ സെല്ലിങ്ങിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. FIIs 4595 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIs ആവട്ടെ ഇന്നലെ 9093 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. US മാർക്കറ്റുകൾ ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.10% ഉയർന്നു. നാസ്ഡാക്ക് 0.54% ഇടിഞ്ഞപ്പോൾ S&P 500 0.19% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളാണ് അവിടെ ഇടിവ് രേഖപ്പെടുത്തിയത്. 2.5% ഇടിഞ്ഞത്. എൻവിദിയ 1.1% ഇടിഞ്ഞു. മാർച്ച് 18 മുതൽ 21 വരെ AI കുറിച്ചുള്ള എൻവിദിയയുടെ ആഗോള GTC ഡെവലപ്പർ കോൺഫറൻസിൽ AI ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നിക്ഷേപകർ ഉറ്റുനോക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് അടുത്ത ആഴ്ച US നടക്കുന്ന ഫെഡറൽ റിസർവിന്റെ പോളിസി മീറ്റാണ്. മാർച്ച് 19-20 തീയതികളിലാണ് യോഗം ചേരുന്നത്. റേറ്റുകളിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ഇനി ജൂണിലെ ആദ്യ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ 65% എന്നാണ് CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത്. ഇനി US നിന്നും ഇൻഫ്ലേഷന്റെ ട്രെൻഡ് മനസ്സിലാക്കി തരുന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരാനുണ്ട്. വ്യാഴാഴ്ച തന്നെ മന്ത്ലി US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും പുറത്തുവരും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.15% ഇടിഞ്ഞപ്പോൾ വിപ്രോ 2.51% ഇടിഞ്ഞത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.27% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.02% ഇടിഞ്ഞത്. ആക്സിസ് ബാങ്ക് 2.06% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.08% നേട്ടത്തിലാണ്. S&P 500 0.10% നേട്ടത്തിലും. നാസ്ഡാക്ക് 0.25% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു വിധത്തിൽ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.31% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.62% നേട്ടത്തിലും. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.02% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് 600 0.2% ഉയർന്നത്. റീറ്റെയിൽ സ്റ്റോക്കുകൾ 3.3% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡാക്സ് 0.11% ഇടിവിലും. CAC 0.05% ഇടിവിലും. FTSE 0.05% തന്നെ ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ US മാർക്കറ്റുകൾ ഒരു നെഗറ്റീവ് ബയാസിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,012 എന്ന നിലയിലാണ്. 83 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു 90 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ് ഡൗൺ നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.67% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.36% നേട്ടത്തിലും. സിംഗപ്പൂർ മാർക്കറ്റ് 0.23% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ കിഴക്കൻ യൂറോപ്പിലെ യുദ്ധം ഉൽപ്പാദനത്തിനും ഇന്ധന വിതരണത്തിനുമുള്ള അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഉക്രൈൻ റഷ്യയിലെ റിഫൈനറികൾ ആക്രമിച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ 2% ഉയരുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $84.17 പെർ ബാരൽ എന്ന നിലയിൽ 0.27% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.83 പെർ ബാരൽ എന്ന നിലയിൽ 0.14% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായിട്ടുള്ള മിന്റ്, മണി കൺട്രോൾ തുടങ്ങിയ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും റെക്കമെൻഡേഷൻ അല്ല എന്ന് പറയുന്നു. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.